പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു കറി വിഭവമായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത്. സാധാരണ ആളുകൾ മഴക്കാലമാകുമ്പോൾ വയറിന് വല്ലാത്ത ശോധനക്കുറവ്, അതുപോലെ ശാരീരികമായിട്ട് ഒരുപാട് ബലക്ഷയം, ഇതൊക്കെ കാണിക്കാറുണ്ട്. നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ നമ്മുടെ ചുറ്റുപാട് ഒന്ന് കണ്ണുപിടിച്ചാൽ മതി. ഈ ചേമ്പ്, അതല്ലെങ്കിൽ കാട്ടുചേമ്പ്, അതിൻ്റെ ഇലയടക്കമുള്ള ഭാഗം ശേഖരിച്ചിട്ട് ചെറുതായിട്ട് അതിൻ്റെ പുറത്തെ തൊലി മാത്രം നീക്കം ചെയ്ത ശേഷം അതിനെ നമ്മൾ കഷ്ണിച്ചെടുക്കുക. അതിൽ കുറച്ച് ഇലയുടെ ഭാഗവും കൂടി കൂട്ടുക. എന്നിട്ട് നമ്മൾ അത് കഷ്ണിച്ചെടുത്ത ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ എടുത്ത ഭാഗത്ത് ഒരുപക്ഷെ ഈ എട്ടുകാലിയുടെ വലയോ അല്ലെങ്കിൽ എട്ടുകാലിയുടെ മക്കളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് അതിലുള്ളത് ഒന്നുകിൽ ഒഴിവാക്കുക, അതല്ലെങ്കിൽ കഴുകുന്ന സമയത്ത് ഒന്നുകൂടി വൃത്തിയായിട്ട് കഴുകാൻ വേണ്ടി ശ്രമിക്കുക. ഈ താൾക്കറി ഒറ്റക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ഉപ്പിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. സാമ്പത്തികമായി വേറെ ചിലവുകളൊന്നുമില്ല. അത് നമ്മൾ കുറച്ച് നേരം അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്താൽ നമുക്ക് കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, എല്ലാവർക്കും അതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ താൾക്കറി ഒന്നുകൂടി രസകരമാവാൻ താൾക്കറിയുടെ കൂടെ കപ്പപ്പുഴുക്ക് കൂടി ചേർക്കുക. നന്നായി ഉടയുന്ന ആയാൽ കുറച്ചുകൂടി രസം ഉള്ളതായിത്തീരും. അത് നന്നായി ഉടച്ച് പാകപ്പെടുത്തിയെടുത്ത ശേഷം നമ്മൾ ഈ താൾക്കറിയുമായി ചേർക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുത്ത താൾക്കറി നമുക്ക് അരിഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഇനി അതിനെ ഒന്നുകൂടി നമുക്ക് അത് മാത്രം ഭക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റുകയാണ്. ഇപ്പം നമ്മൾ ഈ അരച്ച് വെച്ച മിശ്രിതം, ഇതിൽ നാളികേരം, അതുപോലെ പെരിഞ്ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, ഇവ നാലും കൂടി മിക്സിയിൽ ഇട്ട് അടിച്ച് വെച്ചതാണ്. ഇത് നമ്മൾ ഈ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച മിശ്രിതത്തിലേക്ക്, അഥവാ നമ്മളുടെ ഈ താൾക്കറിയിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. സ്വല്പം ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കപ്പ, നന്നായി ഉടയുന്ന കപ്പയായി കിട്ടിയാൽ കൂടുതൽ നല്ലതാണ്. ആ കപ്പ കൂടി നമ്മളിതിൽ ചേർത്ത് ഇളക്കി വെച്ച ശേഷം കുറച്ച് നേരം ഇവ എല്ലാം കൂടി ഒന്ന് തിളപ്പിക്കുക. ആ തിളപ്പിക്കുന്നതോടു കൂടി നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലെത്തും. കുറച്ച് നേരം മൂടി വെക്കുക. അതെ, ഇപ്പോൾ നമ്മളുടെ താള് കപ്പ കറി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒറ്റക്കോ അതല്ലെങ്കിൽ മറ്റ് പ്രധാന ഭക്ഷണത്തിൻ്റെ കൂടെയോ നമുക്കെടുത്ത് കഴിക്കാവുന്നതാണ്. ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ 3-4 പ്രാവശ്യങ്ങളായി നമ്മളിത് കഴിച്ചാൽ മലബന്ധം, അതുപോലെ തന്നെ ശോധനക്കുറവ് പോലുള്ള എല്ലാ സംഗതികളും ഒരു ചിലവുമില്ലാതെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് പച്ചക്കറി വസ്തുക്കൾക്കൊക്കെ വളരെ വിലയേറിയ ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന, വീട്ടുമുറ്റത്ത് ലഭിക്കുന്ന ഈ സാധനങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ മെനക്കെടാൻ ശ്രമിക്കുക. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കണം.